എൻ്റെ മുഖം ഒത്തിരി ഡ്രൈ ആയി ഡള്ളായിരിക്കുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ തോന്നിയ ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് ഞാൻ മുന്നേ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കുറേ നാൾ മുന്നെയാണ്. മേ ബി നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ കുറേ പുതിയ മെമ്പേഴ്സ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ യൂസ്ഫുള്ളായ വളരെ എഫക്റ്റീവായ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഓൺ ദ ഗോ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ രാവിലെയും രാത്രിയും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോകാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പുറത്ത് പോകാൻ പറ്റും. ഇങ്ങനെയല്ല, കഴുകി നമ്മൾ സാധാരണ മേക്കപ്പൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത് അതിന് മുന്നേ ആയിട്ട് ഈ ഒരു പാക്ക് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പുറത്തും പോകാൻ പറ്റും. നമ്മൾ കുറച്ച് മൂഡ് ഓക്കെ അല്ല, അല്ലെങ്കിൽ നമ്മൾ ഹൈഡ്രേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ, പനിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയതുപോലെ നമുക്ക് വിസിബിളായിട്ട് അറിയാൻ പറ്റും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതൊന്ന് മാറ്റണം, ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് തുടുത്ത് വെള്ളം നിറച്ചതുപോലെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഫീൽ ആകും. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ അപ്ലൈ ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. ഞാനിപ്പോൾ പകലാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ജനൽ ഓപ്പൺ ആയതുകൊണ്ട് നല്ല വെളിച്ചം ആ കണ്ണാടിയുടെ റിഫ്ലക്ഷനിൽ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ വീഡിയോയ്ക്ക് അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാം. സോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത അരിപ്പൊടി നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇട്ട് കൊടുക്കാൻ കുറച്ച് വൈകിപ്പോയി, സോറി കേട്ടോ. അപ്പോൾ നമുക്കിതിലോട്ട് 2 സ്പൂൺ അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്കിത് കഴുത്തിലും മുഖത്തും ഒക്കെ തന്നെ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആയതുപോലെ ഫീൽ ആകുന്നുണ്ട്. അത് മാറ്റാനായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഇത് ഒരു അത്യാവശ്യം ഒരു ബാറ്റർ പോലത്തെ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക എങ്ങനെയാണ് നമുക്കിത് അപ്ലൈ ചെയ്യേണ്ട ഒരു രീതിക്ക് ആക്കി എടുക്കാൻ പറ്റുകയെന്ന്. ഇത് 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഭയങ്കര സ്മാർട്ടായിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഫേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇതാ നല്ല ബാറ്റർ പോലെ കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് ഇനി അഥവാ തിക്കാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഇച്ചിരിയും കൂടെ പാല് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ആക്കുക. പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാല് തന്നെ യൂസ് ചെയ്യണം. റോസ് വാട്ടറോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ഒന്നും യൂസ് ചെയ്യരുത്. കാര്യം നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച് കൂടുതൽ നേരം വെച്ചിരിക്കുകയാണെങ്കിൽ. നിങ്ങൾക്കിപ്പോൾ പാൽ ഒട്ടും പറ്റാത്തവരാണെങ്കിൽ ഇതിനോടൊപ്പം നിങ്ങൾ തേനോ അലോവേര ജെല്ലോ മിക്സ് ചെയ്തിട്ട് വേണം വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ ഒരു നമ്മുടെ റൈസ് ഫ്ലോർ മിക്സ് ചെയ്യാനായിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് തൈര് അല്ലെങ്കിൽ പാല്. ഇത് രണ്ടിലേതെങ്കിലും മിക്സ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഒട്ടും ഇത് രണ്ടും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിലോ റോസ് വാട്ടറിലോ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. പക്ഷെ ഒപ്പം നിങ്ങൾ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള തേൻ അല്ലെങ്കിൽ നമ്മുടെ അലോവേര ജെല്ലിലെ ഇത് രണ്ടിലേതെങ്കിലും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ അലോവേര ജെല്ലും ആയിട്ടുള്ള റൈസ് ഫ്ലോറും ആയിട്ടുള്ള കോമ്പിനേഷനിൽ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ വീഡിയോയുടെ മുന്നേ കാണും. എൻ്റെ മുഖം കണ്ടോ? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും പ്രസരിപ്പില്ലാതെ കുറച്ച് ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. മറ്റ് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനെ തോന്നി, എന്തുകൊണ്ടോ ഡ്രൈ ആയിപ്പോയി കുറച്ച്, മേ ബി എനിക്കറിയില്ല. എനിവേ ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷെ നമുക്ക് എന്ത് വന്നാലും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും നല്ലത്. അതിന് നമ്മൾ അത്രയും ഒബ്സർവ് ചെയ്യണം. നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ സ്കിൻ ഓരോ ദിവസവും എങ്ങനെയാണ്, ഓരോ പ്രോഡക്റ്റിനോട് എങ്ങനെയാണ്, ഓരോരോ ക്ലൈമറ്റിനോടും എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് സ്കിന്നിനെ ട്രീറ്റ് ചെയ്യാൻ. എന്നാൽ മാത്രമേ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് നമ്മുടെ സ്കിന്നിന് നമുക്ക് കൊടുക്കാനും പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ പ്ലംബായിട്ട് നല്ല സോഫ്റ്റായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് യങ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലാതെ കൂടുതൽ നാൾ ഡ്രൈ ആയിട്ട് സ്കിന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിങ്കിൾസ് വരാനും ഏജ് ആയതുപോലെ ഫീൽ ആവാനും ഒക്കെ അങ്ങനെ തോന്നിക്കും. പെട്ടെന്ന് നമുക്ക് ഏജ് ആയതുപോലെയൊക്കെ നമ്മുടെ മുഖം കാണുമ്പോൾ തന്നെ തോന്നിക്കും. അതുകൊണ്ടാണ് നമുക്കൊരു യങ് ഗ്ലോ ഒക്കെ വേണമെങ്കിൽ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെച്ചിരിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് ചേരാത്ത മോയ്സ്ചറൈസറൊക്കെ വാരി തേക്കുക. ഇപ്പം നമുക്ക് പാല്
ചേരത്തില്ല എന്നുണ്ടെങ്കിൽ അത് തേക്കുക, അങ്ങനെയല്ല. നമുക്ക് എന്താണോ സ്കിന്നിന് ഓക്കെ ആയിട്ടുള്ളത് അത് നമ്മൾ റെഗുലറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കുറച്ച് പരീക്ഷണമൊക്കെ നടത്തി ചെറിയ ടെസ്റ്റൊക്കെ ചെയ്ത് വലിയ പ്രോബ്ലം വരാത്ത രീതിക്കുള്ള നമ്മുടെ ഹോം റെമഡീസൊക്കെ വെച്ചിട്ട് നമ്മളൊരു ചെറിയ നമ്മുടെ ചെവിയുടെ അവിടെയായിട്ട് ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുഖത്തിൻ്റെ ആ കവിളിൻ്റെ താഴെയുടെ ഭാഗത്ത് ചെറിയൊരു പോർഷനൊക്കെ ഫേസ് പാക്ക്, പുതിയ പ്രോഡക്ട്സ്, ഈവൻ നമ്മുടെ ഹോം റെമഡി ആണെങ്കിൽ പോലും ചെറുതായിട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ ഏത് ഫേസ് പാക്ക് ആയാലും സ്കിൻ കെയർ പ്രോഡക്റ്റ് ആയാലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. എന്നാൽ മാത്രമല്ലേ നമുക്ക് സേഫ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനിയിപ്പം നമ്മളത് ചെവിയുടെ അവിടെ അപ്ലൈ ചെയ്തപ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്തപ്പോൾ നമുക്കത് സെറ്റ് ആവുന്നില്ലെങ്കിൽ ഉടനെ അത് നിർത്തി കളയുക. ഇപ്പോൾ നമ്മൾ ഹോം റെമഡീസ് ആകുമ്പം അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ പൊള്ളുകയോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. മോസ്റ്റ്ലി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. അപ്പം നമുക്ക് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തെടുക്കാനും പറ്റും. നമുക്കങ്ങനെ പ്രോബ്ലമാറ്റിക് ആണിത്, നമുക്ക് സെറ്റ് ആവുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് കൊണ്ടുവരാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സാധനങ്ങൾ ആണെങ്കിൽ നമുക്കത് കുറച്ച് റിസ്ക്കി ആണ്. പിന്നെ നന്നായിട്ട് നോക്കുക, റിവ്യൂസ് നോക്കുക, സെൻസിറ്റീവ് സ്കിന്നിന് ഓക്കെ ആണോ നോക്കുക, നിങ്ങളുടെ സ്കിന്നിന് സെറ്റാവുന്ന പ്രോഡക്റ്റ്സ് ആണോ അതിലുള്ളതെന്ന് നോക്കുക, ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ വായിച്ചു നോക്കുക. ഞാനൊക്കെ ഓരോ സാധനം വാങ്ങിക്കുന്നതിന് മുന്നേ മണിക്കൂറുകളെടുത്ത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് എല്ലാ സാധനത്തിൻ്റെയും ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കിയാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിന് ചേരുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടില്ല, തികച്ച് ഒരു 7 മിനിറ്റ് ആയപ്പോൾ തന്നെ ഒന്ന് സെമി ഡ്രൈ ആയതുകൊണ്ട് ഞാനിതിപ്പോൾ വാഷ് ചെയ്യാണ്. ഒരു ഫേസ് പാക്കും നിങ്ങളിങ്ങനെ കംപ്ലീറ്റ്ലി ഡ്രൈ ആയി നിങ്ങളുടെ സ്കിന്നിനകത്തുള്ള മോയ്സ്ചറൈസേഷൻ കൂടെ വലിച്ചെടുക്കുന്ന രീതിയിൽ വെച്ചിരിക്കരുത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ നമ്മളത് വാഷ് ചെയ്ത് കളയണം. ചെറിയതായിട്ട് സെമി ഡ്രൈ ആയി തുടങ്ങുമ്പോൾ തന്നെ നമ്മളതൊന്ന് വാഷ് ചെയ്ത് കളയുക. കാര്യം നമുക്ക് അത്രയും മതി, അത്രയും ഒരു റിസൾട്ട് മതി. നമ്മൾ കൂടുതൽ നേരം വച്ചിരിക്കേണ്ട കാര്യമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് വച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം നനച്ച് കൊടുത്തിട്ട് ആ നനവോട് കൂടി വീണ്ടും വച്ചേക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ഡ്രൈ ആവാൻ ഒരിക്കലും സമ്മതിക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ നമ്മുടെ ഫേസ് പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യം നേരത്തെ ഇരുന്ന് എൻ്റെ ഫേസാണോ ഇപ്പോൾ ഉള്ളത്, എത്രമാത്രം മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്കിൻ കെയറും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിലൊരു തിളക്കം വരും. ഈ ഒരു തിളക്കമുള്ള സമയത്ത് നമുക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. നമുക്ക് ഒരുപാട് പുട്ടിയടിച്ച പോലെയും കേക്കി ആവത്തൊന്നുമില്ല. നല്ല സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയി മോയ്സ്ചറൈസ്ഡ് ആയിരിക്കുന്ന സ്കിന്നിൽ നമ്മൾ മേക്കപ്പ് ചെയ്ത് പുറത്ത് പോവുകയാണെങ്കിൽ അടിപൊളി ലുക്കായിരിക്കും. ഭയങ്കര നാച്ചുറലായിട്ടുള്ള ലുക്കുണ്ടല്ലോ, അതായിരിക്കും കിട്ടുന്നത്. ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ പാർട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മുന്നേ, നിങ്ങൾ പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്കായിരിക്കണം. അങ്ങനെ ഒരു പാക്കാണ് നമ്മുടെ ഈ ഒരു പാക്ക്. അപ്പം ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും വണ്ട് കയറി വന്നതാണ്. പകൽ സമയത്ത് ട്യൂബൊക്കെ ഇട്ടിരിക്കുകയല്ലേ ഞാൻ, അതുകൊണ്ടാവാം. അപ്പം ഞാൻ അതിൽ പെട്ടെന്ന് കോൺസെൻട്രേറ്റ് ആയിപ്പോയി. ഞാൻ റോസ് വാട്ടർ ആണ് ആസ് എ ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് അലോവേര ജെല്ല് വെച്ച് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ പാല് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ തന്നെ നല്ല മോയ്സ്ചറൈസ് ആയിട്ടുണ്ട്. അത് ഞാൻ സോപ്പൊന്നും യൂസ് ചെയ്യാതെ പച്ച വെള്ളത്തിലാണ് കഴുകിയിട്ടുണ്ടായിരുന്നത്. ഒരു 7 മിനിറ്റ് വെച്ചിരുന്നിട്ട് അതിനുശേഷം ഞാൻ ഈ ഒരു അലോവേര ജെല്ലും റോസ് വാട്ടറും അപ്ലൈ ചെയ്ത് കൊടുത്തല്ലോ. നന്നായിട്ട് സ്കിൻ ഹൈഡ്രേറ്റഡ് ആയി മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് താല്പര്യമില്ല, പാല് നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കേട്ടോ. ആഴ്ചയിൽ 1-2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ അപ്ലൈ ചെയ്താൽ മതി. മെയിനായിട്ട് ഒരു ഫംഗ്ഷനോ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ തലേ ദിവസം രാത്രി അല്ലെങ്കിൽ അന്നേ ദിവസം രാവിലെ നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സൂപ്പർ റിസൾട്ടായിരിക്കും. നമ്മുടെ മുഖം കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. നമുക്ക് തന്നെ നമ്മളോട് ഭയങ്കര ആത്മവിശ്വാസവും കോൺഫിഡൻസ് ഒക്കെ ആയിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ സ്കിൻ. അപ്പോൾ പിന്നെ നമുക്ക് അത് ഓർത്തിട്ട് വേറെ ഒന്നുമില്ല, വേറെ ഡൗട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. മഞ്ഞളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ടിഞ്ച് ഉണ്ടായാലോ. പക്ഷേ ഈ ഒരു പാക്കിന് അങ്ങനത്തെ യാതൊരുവിധ പേടിയും വേണ്ട. രാവിലെയൊക്കെ സുഖമായിട്ട് അപ്ലൈ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യാം. ടാറ്റാ.